ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഏരിയകളിലൊക്കെ നമുക്ക് അത്യാവശ്യം വർക്ക് വരുന്ന സമയങ്ങളിൽ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളിലൊക്കെ വർക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അത് നീറ്റായിട്ട് നമുക്ക് അതെങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ലെങ്തി ആയിരിക്കും, അതുപോലെ തന്നെ സെപ്പറേറ്റ് ഓരോ ബീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ലെവലിൽ നമുക്ക് പൈപ്പ് അടിച്ച് കൊണ്ടുപോകാൻ പറയുന്നത് ഹൈ റിസ്കി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അതായത് ഹാങ് ചെയ്ത രീതിയിൽ അലൂമിനിയത്തിൻ്റെ ഫ്രെയിം ചെയ്യുക. അലൂമിനിയത്തിൻ്റെ ഫ്രെയിമാണ് ഈ കാണുന്നത്, ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് ടവർ ബോൾട്ട് അടിച്ചതിന് ശേഷം ആങ്കർ ബോൾട്ട് ഇട്ടതിന് ശേഷം ആ ലെങ്ത്തിൽ നമുക്ക് റാഡ് വാങ്ങിക്കാൻ കിട്ടും, ത്രെഡ് റാഡ് വാങ്ങിക്കാൻ കിട്ടും. ഈ ത്രെഡ് റാഡ് അതിൻ്റെ അധികം ആങ്കർ ബോൾട്ട് ഇട്ട് അടിച്ചതിന് ശേഷം ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന ചാനലുകൾ ഏകദേശം അലൂമിനിയത്തിൻ്റെ ചാനൽ മറച്ച് വെച്ചാണ് ചെയ്യേണ്ടത്. അതായത് അതിൻ്റെ പരന്ന സൈഡ് നമുക്ക് ട്യൂബ് സെറ്റ് പിടിപ്പിക്കാവുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകൾ വശം കുറച്ച് ഹോളായിരിക്കും, ആ സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പൈപ്പ്, അതായത് വയറിംഗ് പൈപ്പ് നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ വയറിംഗ് പൈപ്പ് ഒട്ടും കാണാത്ത രീതിയിൽ, ഏതിലെ വയർ പോലും ഒട്ടും കാണാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് പൈപ്പ് ചാനലിൻ്റെ മുകളിലൂടെ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ആ പരന്ന പ്രതലം നമ്മൾ പുറത്തേക്ക് വെച്ച് അടിച്ചതിന് ശേഷം നമ്മുടെ LED ട്യൂബുകളാണ് കൊടുത്തിരിക്കുന്നത്. LED ട്യൂബുകൾ നമ്മൾ അതിൻ്റെ ക്ലാമ്പ് ചെയ്ത് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നു. അവ LED ട്യൂബിൻ്റെ ലൈറ്റിൻ്റെ പോയിന്റ് വരുന്ന സ്ഥലം മാത്രം നമ്മൾ മുകളിലേക്ക് തുളയ്ക്കുന്നു. അതായത് അലൂമിനിയത്തിൻ്റെ ഷീറ്റ് നമ്മൾ ആ ചാനൽ നമ്മൾ നേരെ മുകളിലേക്ക് തുളച്ചതിന് ശേഷം ആ ചാനലിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് 2 ഇഞ്ച് വരുന്ന ചാനലാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൺ സൈഡ് പരന്നതും മറ്റു സൈഡ് ഉള്ളിലേക്ക് പൊള്ളയായിരിക്കും. അപ്പോൾ ആ പൊള്ളയായ സ്ഥലത്തിലൂടെയാണ് നമ്മൾ വയറിങ്ങിൻ്റെ പൈപ്പ് കൊണ്ടുവരുന്നത്. ആ വയറിങ്ങിൻ്റെ പൈപ്പ് അതിലൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ചാനൽ ട്യൂബ് സെറ്റിൻ്റെ ലൈറ്റ് പോയിന്റുകളെല്ലാം തന്നെ, വയറുകളെല്ലാം തന്നെ അതിൻ്റെ മുകളിലിട്ട് ജംഗ്ഷനിലിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ നീറ്റായിരിക്കും. വയർ ഒട്ടും തന്നെ കാണില്ല, പൈപ്പ് ഒട്ടും തന്നെ കാണില്ല. അതുപോലെ തന്നെ ഫാനിൻ്റെ കണക്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് സൈഡിലേക്ക് മാറ്റി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിങ്ങനെ ഹാങ്ങിങ് സിസ്റ്റം ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ട്യൂബ് സെറ്റുകളെല്ലാം തന്നെ ഒരേ ലെവലിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരേ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3-4 സെക്ഷനായിട്ട് വേണമെങ്കിൽ തിരിച്ച് അതിൻ്റെ വയറുകൾ കൊടുക്കുക. ഏകദേശം ഒരു 10 ട്യൂബ് അല്ലെങ്കിൽ ഒരു 5 ട്യൂബ് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ആവശ്യമുള്ള സെക്ഷനുകളിൽ മാത്രം നമുക്ക് വരുന്ന ട്യൂബ് ലൈറ്റുകൾ തെളിച്ചാൻ മാത്രം വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ട്യൂബ് ലൈറ്റുകൾ നമ്മളെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു LED സ്ട്രിപ്പ് അടിച്ച പോലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്നാൽ നല്ല വെളിച്ചം ഉണ്ടാവും. ഏകദേശം ഒരു ട്യൂബ് സെറ്റ് വരുന്നത് 20 വാട്ടാണ് വരുന്നത്. അതായത് അത്രയും LED സിസ്റ്റം ആയതുകൊണ്ട് അത്രയും കറണ്ട് കാശ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റുകൾ വേണമെങ്കിൽ സോളാർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാം. സോളാർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കറണ്ട് കാശും കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് കുറച്ച് എടുക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.